എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. 2016 ഭയ്യാ ജോഷി എന്ന RSSന്റെ സൈദ്ധാന്തികൻ എടുത്ത നിലപാട് ക്ഷേത്രപ്രവേശനത്തിന് യുവതിക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം വേണമെന്നാണ്. ആ നിലപാട് ഭയ്യാ ജോഷി മാറ്റുന്നത് 2019 ശേഷമാണ്. ശബരിമലയുടെ കാര്യത്തിൽ പ്രാദേശികമായിട്ടുള്ള ചില സെന്റിമെന്റ്സ് ഉണ്ട് എന്ന് ഭയ്യാ ജോഷി നിലപാട് തിരുത്തുന്നത് 2019 ശേഷമാണ്. അത് നിലപാടിലുള്ള മലക്കം മറിച്ചിലല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, ഈ കേസിൽ കോടതിയിൽ പോയിരിക്കുന്നത് CPM-ലെ ഏതെങ്കിലും അംഗങ്ങളോ CPM-ലെയോ ഇടതുപക്ഷത്തെയോ ഏതെങ്കിലും പ്രവർത്തകരാണോ? ഏതെങ്കിലും നാളിതുവരെ CPM ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസ് പോയിട്ടുണ്ടോ? CPM-ലെയോ ഇടതുപക്ഷത്തെയോ ഏതെങ്കിലും പ്രവർത്തകർ കോടതിയിൽ ശബരിമലയിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതിരിക്കെ ഇരുട്ടത്ത് നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടിയാണ് കോൺഗ്രസും BJPയും ശ്രമിച്ചത് എന്നാണ് ഇന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു വെച്ചതിന്റെ പൊരുൾ. അതുകൊണ്ടാണ് നാമജപ ഘോഷയാത്രയിൽ അവസാനമാണ് അവർ പങ്കെടുക്കാൻ വന്നത്. നമ്മൾ തുടങ്ങി, അവസാനം അവർ പങ്കെടുക്കാൻ വന്നു. അവർക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നതിലൂടെ കാര്യങ്ങൾ വ്യക്തമാണ്. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. കാരണം കേരളത്തിലെ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ സമുദായമായിട്ടുള്ള താല്പര്യത്തിനോ സമ്മർദ്ദത്തിനോ വഴങ്ങിയല്ല മുന്നോട്ട് പോകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ്. അതിൽ CPM-നോട് ഇടതുപക്ഷത്തോട് ഈ വിഷയത്തിൽ നിലവിൽ ചേർന്ന് നിൽക്കുന്നു എന്നതാണ് എൻ്റെ ടേക്ക്.